ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തിൽ ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് സുപ്രീം കോടതി. അഭിഭാഷകൻ നൽകിയ സത്യവാങ്മൂലം സംബന്ധിച്ചും അന്വേഷണം നടത്തും. വേരിലേക്ക് പോയി അന്വേഷിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ്. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, അതായത് ഈ ആരോപണം വന്ന ദിവസം അടിയന്തര സിറ്റിംഗ് കൂടിയ ശനിയാഴ്ച തന്നെ ഗൂഢാലോചനയുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇതിലിപ്പോൾ സമഗ്രമായ അന്വേഷണം, അതായത് ഇതിന്റെ വേരിലേക്ക് പോകണമെന്നാണ് കോടതി പറയുന്നത്. അതായത് അടിത്തട്ട് മുതൽ ആദ്യഘട്ടം മുതൽ അന്വേഷണം വേണം എന്ന നിലപാടിലേക്കാണോ ഇപ്പോൾ സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്? മനു, ചീഫ് ജസ്റ്റിസിനെതിരായി ഉയർന്ന ലൈംഗിക ആരോപണം ചീഫ് ജസ്റ്റിസിനെ കൊടുക്കുവാനുള്ള വലിയ പല ശക്തികളുടെയും ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്നുള്ള ആരോപണമാണ് അഭിഭാഷകനായ ഉത്സവ് സിംഗ് ബെയിൻസ് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ ഇത് സംബന്ധിച്ചുള്ള ഒരു സത്യവാങ്മൂലം കഴിഞ്ഞ ആഴ്ച അദ്ദേഹം സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി കൃത്യമായ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി വിഷയം എന്തായാലും അന്വേഷിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നാൽ അത് അന്വേഷിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ ഒരു ആരോപണം സുപ്രീം കോടതിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഈ വിഷയം അന്വേഷിച്ചിട്ടില്ല എങ്കിൽ അത് രാജ്യത്തെ ജനങ്ങൾക്ക് സുപ്രീം കോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ആരോപണം അന്വേഷിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആരോപണം അന്വേഷിച്ചിട്ടില്ല എങ്കിൽ ജഡ്ജിമാർക്ക് മാത്രമല്ല സുപ്രീം കോടതിക്ക് തന്നെ അതിജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ആരോപണം അന്വേഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ വാക്കാലുള്ള നിരീക്ഷണമായി ഇപ്പോൾ അരുൺ മിശ്രയുടെ കോടതിയിൽ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് കോടതി വിധി അനുകൂലമാക്കാൻ പല ആളുകളും ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അത്ര ലഘൂകരിച്ചു കാണുവാൻ വേണ്ടി കോടതിക്ക് സാധിക്കുകയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് വേരോടെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള തീരുമാനമെന്നാണ് കോടതി പറയുന്നത്. ഏത് രീതിയിലുള്ള അന്വേഷണമാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും കോടതി ഈ ഒരു ഘട്ടത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. കാരണം കേസ് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അധിക സത്യവാങ്മൂലം നൽകാൻ ഉത്സവ് സിംഗ് ബെയിൻസ് കോടതിയോട് സാവകാശം ചോദിച്ചിരുന്നു. അതിന് അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ നാളെ അധിക സത്യവാങ്മൂലം നൽകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ആ സത്യവാങ്മൂലം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനം വരാനുള്ള സാധ്യതയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കേസ് ഈ ഒരു ആരോപണം ഉയർത്തിയതിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്സവ് സിംഗ് ബെയിൻസിന്റെ ആരോപണം എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം, ഒരു രാജ്യത്തെ ഒരു സുപ്രധാന കോർപ്പറേറ്റ് സ്ഥാപനം ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കൊടുക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു. അതിന് തെളിവായി പല CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹം കോടതിക്ക് മുൻപിൽ മുദ്രവച്ച കവറിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഏറെ വലിയ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് കോടതിയും ഇതിനെ പരിഗണിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി അധിക സത്യവാങ്മൂലം നൽകാനുള്ള അനുമതിയും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കാൻ സുപ്രീം കോടതിയോട് ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണവും ഈ അന്വേഷണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കില്ല. ആ അന്വേഷണം മറ്റൊരു ഗതിയിൽ തന്നെ പുരോഗമിക്കും. ഇത് മറ്റൊരു ദിശയിലൂടെ അന്വേഷണം നടക്കും എന്നുള്ള രീതിയിലാണ് കോടതി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ മുതിർന്ന അഭിഭാഷകയായ ഇന്ദിര ജയ്സിംഗ് ഈ കേസ് വീണ്ടും പരിഗണിച്ച ഘട്ടത്തിൽ 3 മണിക്ക് വീണ്ടും പരിഗണിച്ച ഘട്ടത്തിൽ 2 കേസുകളും ഒന്നിച്ച് അന്വേഷിക്കണം, 2 ആരോപണങ്ങളും ഒന്നിച്ച് അന്വേഷിക്കണം, 2 കേസുകളിലും മുൻധാരണകൾ കൂട്ടിച്ചേർക്കാതെ വേണം അന്വേഷണം എന്നുള്ള ഒരു ആവശ്യം ഉയർത്തിയിരുന്നു. എന്നാൽ അത് വ്യത്യസ്തമായ ഒരു അന്വേഷണം തന്നെ നടക്കട്ടെ എന്നുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉത്സവ് സിംഗ് ബെയിൻസിന് കൃത്യമായ സംരക്ഷണം ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം രാവിലെ തന്നെ കോടതി ചേർന്ന പശ്ചാത്തലത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കോടതി CBIയുടെ ഉദ്യോഗസ്ഥരെയും IB ഉദ്യോഗസ്ഥരെയും ദില്ലി പോലീസിലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ വിളിച്ചു വരുത്തിയിരുന്നു ചേംബറിലേക്ക്. 12:30 ഈ ഉദ്യോഗസ്ഥരുമായി ഒക്കെ തന്നെ ജഡ്ജിമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് വേണ്ടത് എന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ചർച്ച. ആ ചർച്ചയ്ക്ക് ശേഷമാണ് 3 മണിക്ക് വീണ്ടും രണ്ടാമത് കേസ് വീണ്ടും പരിഗണിക്ക എടുത്തത്. അതിനുശേഷവും അന്വേഷണം വേണം എന്നുള്ള
സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് കോടതി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ഏത് രീതിയിലായിരിക്കും, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കുമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. എന്നാൽ അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം തുഷാർ മേത്ത കോടതിയിൽ ഹാജരായിക്കൊണ്ട് വ്യക്തമാക്കിയത് ഈ ഒരു ആരോപണം സംബന്ധിച്ചുള്ള പരിശോധനയ്ക്ക് വേണ്ടി ഒരു കോടതി മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നുള്ളതായിരുന്നു. ആ ഒരു ആവശ്യത്തെ ഏറെക്കുറെ അനുകൂലമായ ഒരു നിലപാടായിരുന്നു കോടതിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നാളെ കേസ് പരിഗണിച്ച ശേഷം ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. തീർച്ചയായും ശരത്, അത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യം അടിയന്തര സിറ്റിംഗിൽ ശനിയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്റെ മുന്നിലേക്ക് പല കേസുകളും വരാനുണ്ട്, ഈ അടുത്ത 7 മാസം കൊണ്ട് ഞാൻ എന്തായാലും അതെല്ലാം പരിഗണിക്കും. ആ പല കേസുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റഫേൽ അടക്കമുള്ള സുപ്രധാന കേസുകളാണ് സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വരാനുള്ളത്. ഇതൊക്കെ പരാമർശിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തിരുന്നു. സാമ്പത്തികമായി എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നറിയാം. മാത്രമല്ല എന്റെ ഓഫീസ്, ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത ചിലരുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടാണോ ഈ അധിക സത്യവാങ്മൂലം അടക്കം സമർപ്പിക്കാനുള്ള അനുമതി ഉത്സവ് സിംഗ് ബൈൻസിന് ഈ കാര്യത്തിൽ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട്? മനു, കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്ന വേളയിൽ കൃത്യമായി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നൽകിയിട്ടുള്ള സത്യവാങ്മൂലം 16-17 പാരഗ്രാഫുകൾ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണമെന്നായിരുന്നു കോടതി പറഞ്ഞത്. അത് മാത്രമായിരുന്നു അദ്ദേഹം, ആ സത്യവാങ്മൂലം മാത്രമാണ് കോടതി പരിഗണിച്ചത്. തനിക്ക് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനകൾ അദ്ദേഹം നൽകിയതിന്റെ ഭാഗമായാണ് ഈ ഒരു അധിക സത്യവാങ്മൂലം ഇപ്പോൾ നൽകാൻ അദ്ദേഹത്തിന് കോടതിയുടെ അനുമതി നൽകിയിരിക്കുന്നത്. അത് ഏതായാലും കൃത്യമായി ഈ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ താൻ നൽകിയ തെളിവുകൾ ഏത് പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു സാഹചര്യം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം തന്നെയായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസിനെ മാത്രം, അല്ലെങ്കിൽ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ചീഫ് ജസ്റ്റിസ് ആ പ്രത്യേക സിറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് കാര്യത്തെ നോക്കിക്കാണാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് മാറുകയാണ്. കാരണം ഇപ്പോൾ മുതിർന്ന അഭിഭാഷകയായ ഇന്ദിരാ ജയ്സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ കൃത്യമായി ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം അന്വേഷിക്കണം, ആ അന്വേഷണം ഈ രീതിയിൽ പോരാ എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർത്തുന്നത്. കാരണം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള, നേരത്തെ കഴിഞ്ഞ ദിവസം രാത്രി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആഭ്യന്തര സമിതി എന്ന് പറയുന്നത് ഒരു പരിധിവരെ ചീഫ് ജസ്റ്റിസിന് അനുകൂലമായി പെരുമാറാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ള വിമർശനം പല നിയമവൃത്തങ്ങളുടെയും ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസിനെ മാത്രം ഡിഫെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമല്ല പൊതുവിൽ നിയമവൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2 വിഭാഗം എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ 2 വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് തന്നെ നിയമവൃത്തങ്ങൾ ഈ കാര്യത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ നിന്നും ഒരു പരിധിവരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അന്വേഷണങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അത് തന്നെയാണ് കോടതി ഇന്ന് അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ അന്വേഷണം ഇനി ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ള ആരോപണം, ആ അന്വേഷണം ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കുമെന്നാണ് കോടതി ഇനി വ്യക്തമാക്കാൻ വേണ്ടി പോകുന്നത്. അത് സംബന്ധിച്ച് നാളെ തന്നെ ഒരു വിശദീകരണം നൽകുമെന്ന് തന്നെയാണ്, ഉത്തരവിലൂടെ വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനു, ശരി. ശരത്താണ് ദില്ലിയിൽ നിന്നും സമഗ്രമായ ഈ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉത്സവ് സിംഗ് ബൈൻസിന് കോടതി സമയം അനുവദിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ദില്ലിയിൽ നിന്നും ശരത്ത് നൽകിയത്. നാളെ ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു വാർത്ത നോക്കാം. 50% വിവിപാറ്റ് എണ്ണണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. 21 പ്രതിപക്ഷ പാർട്ടികളാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ ഇടങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള തീരുമാനം. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു വിവിപാറ്റ് വീതം എണ്ണാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം. എന്നാൽ 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റ് എണ്ണാൻ ഏപ്രിൽ 8 സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. 50% വിവിപാറ്റ് തന്നെ എണ്ണണം എന്ന മുൻ ആവശ്യത്തിൽ പ്രതിപക്ഷം പുനഃപരിശോധനാ ഹർജിയിൽ ആവർത്തിച്ചു. മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയും BJP സ്ഥാനാർത്ഥിയുമായ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാനാകില്ലെന്ന് NIA കോടതി. ഒരാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാൻ കോടതിക്ക് അധികാരമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമേ ആ അധികാരമുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ആവശ്യം നിരാകരിച്ചത്. അതേസമയം
പ്രജ്ഞാ സിംഗിനെതിരെ പ്രഥമദൃഷ്ട്യാ കേസില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കോടതിയെ ചൊടിപ്പിച്ചു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാദം ഉന്നയിച്ചതെന്ന് കോടതി ചോദിച്ചു. മലേഗാവ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് നിസാർ സയ്യിദാണ് പ്രജ്ഞാ സിംഗിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് പൂനെ NIA കോടതിയെ സമീപിച്ചത്. ഇന്ത്യയുടെ അണവായുധങ്ങൾ ദീപാവലിക്ക് പൊടിച്ചു തീർക്കാനുള്ളതല്ല, കളിക്കാനുള്ളതല്ല എന്ന മോദിയുടെ പ്രസംഗത്തിൽ വിവാദം കത്തുന്നു. നരേന്ദ്രമോദിക്കെതിരെ രാജ്യാന്തര സമൂഹവും രംഗത്തെത്തി. മോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നും ആണവ യുദ്ധവിരുദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടു. രാജസ്ഥാനിലെ ബാർമറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദ പ്രസംഗം നടത്തിയത്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഭീഷണിയിൽ ഇന്ത്യ കുലുങ്ങില്ലെന്നും ബാലാക്കോട്ടിൽ ശക്തമായ തിരിച്ചടി ആ രാജ്യത്തിന് നൽകിയെന്നും മോദി പറഞ്ഞു. ന്യൂക്ലിയർ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ദീപാവലിക്ക് വേണ്ടിയാണോ എന്നുമായിരുന്നു മോദിയുടെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ദേശീയ വികാരം ഉണർത്തി വോട്ട് പിടിക്കാനുള്ള മോദിയുടെ വില കുറഞ്ഞ തന്ത്രത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രതിഷേധം കത്തുകയാണ്. ഇന്റർനാഷണൽ ഫിസിഷ്യൻസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ന്യൂക്ലിയർ വാർ എന്ന സംഘടനയുടെ ഇന്ത്യൻ ചാപ്റ്റർ പ്രസ്താവനയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തുവന്നു. മോദിയുടെ പ്രസ്താവന അപകടകരവും പ്രകോപനം ഉണ്ടാക്കുന്നതാണെന്നും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്ന് സംഘടന വിമർശിച്ചു. നിഷ്കളങ്കരായ വോട്ടർമാരെയും ആരാധകരെയും സ്വാധീനിക്കാനാണ് മോദി ഇത്ര ആപത്കരമായ പ്രസ്താവന നടത്തിയതെന്നും സംഘടന ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ നിന്ന് മോദിയെ വിലക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് മോദിയെ വിലക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. പ്രസംഗത്തിനെതിരെ പാകിസ്ഥാനും രംഗത്ത് വന്നിരുന്നു. മോദിയുടെ പ്രസ്താവന നിർഭാഗ്യകരവും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കിയത്. അതേസമയം വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി കൂടിയായ മോദി നടത്തുന്ന പക്വതയില്ലാത്ത പ്രസ്താവനകളിൽ രാജ്യാന്തര സമൂഹത്തിനിടയിൽ ആശങ്കകളും വർദ്ധിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. എംപിയും BJP നേതാവുമായ ഉദിത് രാജ് കോൺഗ്രസിൽ ചേർന്നു. നോർത്ത് വെസ്റ്റ് ദില്ലിയിൽ നിന്നുള്ള എംപിയാണ് ഉദിത് രാജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതാണ് പാർട്ടി വിടാൻ കാരണം. ഉദിത്തിനെ ഒഴിവാക്കി ഗായകൻ ഹൻസ്രാജ് ഹൻസിനാണ് ഇത്തവണ BJP സീറ്റ് നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ട്വിറ്ററിൽ നിന്ന് ഉദിത് രാജ് ചൌക്കീദാർ എന്നത് നീക്കം ചെയ്തിരുന്നു. BJPയുടെ നിലപാട് ദളിത് വിരുദ്ധമാണെന്നും ദളിതനായതുകൊണ്ടാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചതെന്നും ഉദിത് രാജ് പ്രതികരിച്ചു. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ശ്രീധരൻ പിള്ളയ്ക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതാവ് ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് നടപടി. ശ്രീധരൻ പിള്ളയ്ക്കെതിരെ കേസ് എടുത്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു. വർഗീയ പ്രസംഗത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM നേതാവ് V ശിവൻകുട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശദീകരിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ശ്രീധരൻപിള്ളയ്ക്ക് കോടതി നോട്ടീസ് അയച്ചത്. എന്ത് സാഹചര്യത്തിലാണ് മതവിദ്വേഷം കലർന്ന പ്രസംഗം നടത്തിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഇനി കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വേനലവധിക്ക് ശേഷം കോടതി വീണ്ടും ചേരുമ്പോൾ ശ്രീധരൻപിള്ളയുടെ വിശദീകരണം കോടതി പരിശോധിക്കും. ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലായിരുന്നു BJP അധ്യക്ഷന്റെ വിവാദ പ്രസംഗം. ബല്ലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ച ഭീകരർ ഇസ്ലാമാണോ എന്നറിയണമെങ്കിൽ വസ്ത്രം മാറി നോക്കണമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രസംഗം. ഇതിനെതിരെ വലിയ വിമർശനമുയർന്നുവെന്നെങ്കിലും CPIM നേതാവ് V ശിവൻകുട്ടി മാത്രമാണ് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അദ്ദേഹം പരാതി നൽകിയിരുന്നു. പ്രചരണ രംഗത്ത് വർഗീയത ആയുധമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി കടന്നുപോയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആദ്യമായി ഉണ്ടായിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. കല്ലട ബസ്സിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ബസ്സുടമ കല്ലട സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരായില്ല. സുരേഷിനോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം കേസിൽ അറസ്റ്റിലായ 7 പേരും റിമാൻഡിലാണ്. തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട കല്ലട ബസ്സിൽ വെച്ചാണ് ജീവനക്കാർ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇതിനകം 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെയാണ് ബസ്സുടമ കല്ലട സുരേഷിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചത്. എന്നാൽ പോലീസ് കാത്തുനിന്നെങ്കിലും സുരേഷ് ഹാജരായില്ല. ഈ സാഹചര്യത്തിൽ സുരേഷിന് വീണ്ടും നോട്ടീസ് അയക്കുകയോ കേസെടുക്കുകയോ പോലീസിന് ചെയ്യാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. അതേസമയം കേസന്വേഷണ ചുമതല തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. മർദ്ദിച്ചവരുടെ സംഘത്തിൽ 7 പേർ മാത്രമല്ലെന്നും 15ഓളം പേരുണ്ടായിരുന്നുവെന്നും മർദ്ദനമേറ്റവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനാൽ അവരെ കണ്ടെത്താനും പോലീസ് ശ്രമിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കൊച്ചി. UP മുൻ മുഖ്യമന്ത്രി ND തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണം കൊലപാതകമെന്ന് ദില്ലി ക്രൈംബ്രാഞ്ച്. രോഹിതിന്റെ ഭാര്യ അപൂർവയെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ അപൂർവ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നായിരുന്നു UP മുൻ മുഖ്യമന്ത്രി ND തിവാരിയുടെ മകൻ രോഹിത്തിന്റെ മരണം.
ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ സംശയവും ശക്തമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് രോഹിത്തിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. തലയണ ഉപയോഗിച്ച് മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു എയിംസിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതോടെ രോഹിത്തിന്റെ കുടുംബാംഗങ്ങളിലേക്ക് അന്വേഷണം നീണ്ടു. പിന്നാലെ രോഹിത്തിന്റെ അമ്മ മരുമകൾ അപൂർവയ്ക്കെതിരെ നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. മകനും ഭാര്യയും തമ്മിൽ നല്ല ബന്ധത്തിലല്ലായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും രോഹിത്തിന്റെ അമ്മ പോലീസിനെ മൊഴി നൽകി. അപൂർവയ്ക്കും കുടുംബത്തിനും രോഹിത്തിന്റെ സ്വത്തുക്കളായിരുന്നു ആവശ്യമെന്നും മൊഴിയിലുണ്ട്. ഇതോടെയാണ് അപൂർവയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തത്. അറസ്റ്റിന് മുൻപേ 8 മണിക്കൂറോളം അപൂർവയെ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ അപൂർവ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം 90 മിനിറ്റിനകം അപൂർവ തെളിവുകൾ നശിപ്പിച്ചെന്നും പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നോക്കാം. സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 77.68% പേരാണ് ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കണ്ണൂരും കുറവ് പോളിംഗ് നടന്നത് തിരുവനന്തപുരത്തുമാണ്. 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണത്തേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 വർഷത്തിന് ശേഷം കേരളം റെക്കോർഡ് പോളിംഗോടെയാണ് വിധിയെഴുതിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് നില 74.04%. ഇത് മറികടന്ന് 77.68% പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. കണ്ണൂർ, വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. കണ്ണൂരിൽ 83.05%, വടകരയിൽ 82.48%, കോഴിക്കോട് 81.47% പേരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ്, 73.45%. തിരുവനന്തപുരത്തിന് പുറമെ മാവേലിക്കരയിൽ 74.09%, പത്തനംതിട്ടയിൽ 74.19% പേർ വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനി ഒഴികെ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് 75% മുകളിലാണ്. വയനാട് മണ്ഡലത്തിലെ വയനാട് ജില്ലയിൽപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ 80%-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തും തൃശൂരും കഴിഞ്ഞ തവണത്തേക്കാൾ 4% കൂടുതൽ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ ഇത് 7% ഉയർന്നിട്ടുണ്ട്. ഇതിനു മുൻപ് 1984 പോളിംഗ് 77% ഉയർന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 74.04%. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 70-നും 77-നും ഇടയിലാണ് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1996 പോളിംഗ് ശതമാനം 72 ഉയർന്നപ്പോൾ LDF-നും UDF-നും 10 വീതം സീറ്റുകളാണ് ലഭിച്ചത്. LDF-ന് 18 സീറ്റ് ലഭിച്ച 2004 തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 72%. അടുത്ത മാസം 23-നാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ തവണയും വോട്ടെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷമായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകാൻ ഇനി 4 ഘട്ടങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ കണ്ണൂരിലെ LDF നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അതിലേക്ക് പാലിക്കാതെ ധിക്കാരവും അഹങ്കാരവും കാണിച്ചതിനെ തുടർന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് കേസ് ചാർജ് ചെയ്തത്. ആ കേസ് ചാർജ് ചെയ്തതിനെ തുടർന്നാണ് അപവാദ പ്രചരണങ്ങൾ കൊണ്ടും നിർവാഹമില്ലെന്ന് കണ്ടപ്പോൾ അക്രമത്തിന്റെ പാതയിലേക്ക് നീങ്ങിയത്. അതാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമാപന ദിവസമുണ്ടായത്. മട്ടന്നൂരിലും പഴയങ്ങാടിയിലും അതുപോലെ തന്നെ കണ്ണൂരിലും കടവത്തൂരിലും UDF ആസൂത്രിതമായിട്ടുള്ള അക്രമം LDF-നെതിരായി അഴിച്ചുവിടുകയായിരുന്നു ചെയ്തത്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ വോട്ടെടുപ്പ് സാമഗ്രികളെല്ലാം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിയതിനു ശേഷം ഇന്ന് രാവിലെ 11 മണി മുതൽ രേഖകളുടെ സൂക്ഷ്മ പരിശോധനയായിരുന്നു. ആ സൂക്ഷ്മ പരിശോധനയിൽ 1178 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നും ലഭ്യമായ രേഖകൾ, പ്രധാനമായും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറി അടക്കമുള്ള രേഖകൾ, ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് റിട്ടേണിംഗ് ഓഫീസറുടെയും അതോടൊപ്പം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുകയായിരുന്ന നിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ പരിശോധിക്കുകയുണ്ടായി. അത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ
UDF സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റുമുണ്ട്, LDF സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റുമുണ്ട്, അതോടൊപ്പം മറ്റു ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ ഏജന്റുമാരും ചുമതലപ്പെടുത്തിയ ഏജന്റന്മാരും ഉണ്ടായിരുന്നു. ആ പരിശോധന പൂർത്തിയായതിനു ശേഷമാണ് ഞങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ആ പരിശോധന പൂർത്തിയായപ്പോൾ എന്താ കണ്ടെത്താൻ കഴിഞ്ഞത്? തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടോ ക്രമക്കേടോ നടന്നിട്ടില്ല എന്നതാണ്. 2 പോളിംഗ് സ്റ്റേഷനിലാണ് ഒരു പരിശോധനക്ക് സഹായകരമാവുന്ന വിവരങ്ങൾ അവിടെ രേഖകളുടെ പരിശോധനാ വേളയിൽ കണ്ടെത്തിയത്. അതാവട്ടെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഓപ്പൺ വോട്ട്, അഥവാ അന്ധരോ വൈകല്യമുള്ളവരോ സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് സഹായികളെ വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന സമ്പ്രദായം. അത് നടന്ന മട്ടന്നൂർ അസംബ്ലി മണ്ഡലത്തിലെ 133, 134 ഈ പോളിംഗ് സ്റ്റേഷനുകളെ കുറിച്ചുള്ള പരാതികളുടെ പരിശോധനയായിരുന്നു. പരിശോധിച്ചപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു, നിരീക്ഷകർ പറഞ്ഞു, യാതൊരു ക്രമക്കേടും കണ്ടെത്താനായിട്ടില്ല. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറിയിൽ പോലും ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നതിന് സഹായകരമാവുന്ന യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, UDFന്റെ പോളിംഗ് ഏജന്റുമാർ എല്ലാ ബൂത്തിലും ഉണ്ടായിരുന്നു. പോളിംഗ് ഏജന്റുമാർ യാതൊരു ആവലാതിയും നൽകിയിട്ടുമില്ല. അപ്പോൾ പരാജയപ്പെടാൻ പോകുന്ന വേളയിലെല്ലാം UDF സ്വീകരിക്കുന്ന അതേ തന്ത്രമാണ് ഇപ്പോൾ അവര് സ്വീകരിച്ചിട്ടുള്ളത്. ക്രമക്കേടും കള്ളവോട്ടും എന്നുള്ള തന്ത്രം. ഇനി കള്ളവോട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം, തളിപ്പറമ്പ് പാർലമെന്റ് അസംബ്ലി മണ്ഡലത്തിലെ 34-ാം നമ്പർ പോളിംഗ് സ്റ്റേഷൻ, 668-ാം നമ്പർ വോട്ടർ മുഹമ്മദ് നിയാസ് ഗൾഫിലാണ് ഇപ്പോൾ ഉള്ളത്. ആ നിയാസിന്റെ വോട്ട് ചെയ്യാൻ വന്ന ഹാഷിർ കെ കയ്യോടെ പിടികൂടിയതാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ വിഷ്വലടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഹാഷിർ മുഹമ്മദ് നിയാസിന്റെ വോട്ട് ചെയ്യാൻ വന്നതിനെ തുടർന്ന് പിടിക്കപ്പെട്ടതും CCTVയിൽ തെളിഞ്ഞതുമായിട്ടുള്ള ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു. MV ജയരാജനാണ്, കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നേരത്തെ കള്ളവോട്ട് നടന്നു എന്ന K. സുധാകരന്റെ ആരോപണം വന്നിരുന്നു. അതിന് മറുപടിയായിട്ടാണ് എല്ലാ പോളിംഗ് രേഖകളുടെ പരിശോധനകൾ ഇപ്പോൾ പോളിംഗ് ഓഫീസർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. അതിനുശേഷം ആ പരിശോധനയ്ക്ക് ശേഷം കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷമാണ് അവർ മാധ്യമങ്ങളെ കണ്ടത്. അതും വെറും ആരോപണം മാത്രമാണ്. തോൽവി ഭയക്കുമ്പോൾ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ആരോപണം മാത്രമാണ് ഇത്. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. തിരികെ നമുക്ക് അതിലേക്ക് തന്നെ തിരികെ പോകാം. ആ വാക്കുകൾക്ക് ശേഷം തിരികെ ഏജന്റിനെ ഭീഷണിപ്പെടുത്തും, ഏജന്റ് എന്തെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അടിക്കും. അങ്ങനെ തുടർച്ചയായി UDFന്റെ ക്രിമിനലുകളുടെ മർദ്ദനത്തിന് ഇരയായിട്ടാണ് വൈകുന്നേരം വരെ ഏജന്റ് അവിടെ ഇരുന്നത്. അത് പാമ്പുരുത്തിയിൽ മാത്രമാണോ? അല്ല. സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പ്, അവിടെ 2 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. അവിടെ ഇതേ അനുഭവമാണ് ഉണ്ടായിരുന്നത്. ടാഗോർ വിദ്യാനികേതൻ തളിപ്പറമ്പ്, അവിടെ 4 പോളിംഗ് സ്റ്റേഷനാണ്. അവിടെയും ഇതേ അനുഭവമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ UDF, പ്രത്യേകിച്ച് ലീഗിന്റെ പ്രവർത്തകന്മാർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വസ്തുതകൾ അവിടെയുള്ള പോളിംഗ് ഏജന്റുമാർക്ക് മനസ്സിലായപ്പോൾ അതിനെ പരാതിപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട പോളിംഗ് ഏജന്റുമാരെ മൃഗീയമായി തല്ലിയിട്ട് ഇത്തരത്തിൽ അക്രമം നടത്തിയവരാണ് മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നത്. പൊതുവെ 1.5 മാസം അക്രമങ്ങളൊന്നും ഇല്ലാതെയാണ് കണ്ണൂർ കടന്നുപോയത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വ്യാപകമായിട്ടുള്ള അക്രമം ഉണ്ടായി എന്നും പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ദിവസമോ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമോ
സാധാരണഗതിയിൽ 2016-ലും 2014-ലും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കന്മാർക്ക് വിവിധ ആശുപത്രികൾ സന്ദർശിക്കാനാണ് പോകേണ്ടി വരാറ്. ഇത്തവണ അത്തരത്തിൽ വ്യാപകമായ അക്രമം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ കണക്കുകളും വ്യക്തമാക്കുന്നത് താരതമ്യേന കുറ്റകൃത്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനിടയിൽ കുറവായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസവും താരതമ്യേന കുറവായിരുന്നു. പക്ഷെ ഉണ്ടായ അക്രമങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർക്കെതിരായി നടന്ന അക്രമങ്ങളാണ്. ചീമേനി മോഡൽ അക്രമമാണ് അരിമ്പ്രയിൽ നടന്നത്. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചു. LDF-ന്റെ പ്രവർത്തകന്മാർ പോളചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഒത്തുകൂടി. ഏജന്റന്മാരും ബൂത്ത് സെക്രട്ടറിയും പോളചന്ദ്രനും ചന്ദ്രന്റെ കുടുംബവുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലുണ്ടായിരുന്ന LDF-ന്റെ പ്രവർത്തകന്മാർ വരാന്തയിൽ ഒരു മേശയും ഒരു 4 കസേലയും വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അടുത്ത കാലത്ത് തീവ്രവാദ സംഘടനയിൽ നിന്ന് ലീഗിൽ ചേക്കേറിയ ഒരു കൊടും ക്രിമിനലിന്റെ നേതൃത്വത്തിൽ തക്കളത്ത് നിന്നും അവിടെ ആസൂത്രണം ചെയ്ത് എത്തിച്ചേർന്ന കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെ തക്കളത്ത് നിന്നും അരിമ്പ്രയിലേക്ക് ആളെ കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. ലീഗ് ക്രിമിനലുകൾ ഈ വീട്ടിലേക്ക് ഇരച്ച് കയറി വാളും വടികളുമായിട്ടൊക്കെ ഇരച്ചു കയറി മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊല്ലാനായിരുന്നു ലക്ഷ്യമിട്ടത്. അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകന്മാർ അവരിരുന്ന കസേല പ്ലാസ്റ്റിക് കസേലകളാണ്. ആ പ്ലാസ്റ്റിക് കസേല കൊണ്ട് തടുത്തതിനെ തുടർന്ന് നിങ്ങൾക്ക് അവിടെ പോയ ചില മാധ്യമ സുഹൃത്തുക്കൾ അവിടെ എത്തിയിരുന്നു. ആ പ്ലാസ്റ്റിക് കസേലകളെല്ലാം വാളുകൊണ്ട് വെട്ടി അറുത്തിട്ട രീതിയിലാണ്. യഥാർത്ഥത്തിൽ കസേല കൊണ്ട് തടുത്തത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവർ 4 പേരെയും അവർ കൊല്ലുമായിരുന്നു. കൈകൊണ്ടാണ് തടുത്തതെങ്കിൽ കൈ അറ്റുപോകുമായിരുന്നു. അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷയാണ് അവിടെ അവർക്കുണ്ടായത്. എന്നിട്ട് പരിക്ക് പറ്റിയിട്ടുള്ള ചന്ദ്രന്റെ ഭാര്യയും മറ്റു പ്രവർത്തകന്മാരും ആശുപത്രിയിൽ കിടക്കുകയാണ്. ചീമേനി മോഡൽ അക്രമം നടത്താൻ മാത്രം എന്ത് സംഭവമാണ് അരിമ്പ്രയിൽ പോളിംഗ് ദിവസമോ അതിനു മുമ്പോ നടന്നത്? അരിമ്പ്രയിൽ ഏതെങ്കിലും ഒരു ലീഗിന്റെ പ്രവർത്തകന് പരിക്ക് പറ്റിയോ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനെ ഇടതുപക്ഷ പ്രവർത്തകന്മാർ ആക്രമിച്ചോ? മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഏകപക്ഷീയമായി അരിമ്പ്രയിൽ ചീമേനി മോഡൽ അക്രമം നടത്തുകയായിരുന്നു ചെയ്തു. ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത് വധശ്രമത്തിനും അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് നശിപ്പിക്കൽ തടയൽ നിയമമനുസരിച്ചുള്ള കുറ്റവും ചുമത്തിക്കൊണ്ട് ഈ ക്രിമിനലുകളുടെ പേരിൽ കേസെടുക്കുകയും അടിയന്തരമായി അവരെ പിടികൂടുകയും നിയമത്തിന് മുമ്പിൽ മാതൃകാപരമായി കൊണ്ടുവരികയും വേണം. ഇത് മാത്രമായിരുന്നില്ല നടന്നത്. സെന്റ് മൈക്കിൾസ് സ്കൂളിന്റെ സമീപത്ത് വെച്ചാണ് LDF-ന്റെ ഒരു പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചത്. കടവത്തൂരിലാണെങ്കിൽ ലീഗുകാർ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI അനിൽകുമാറിനെയും മറ്റൊരു പോലീസുകാരനെയും ബോംബെറിഞ്ഞ് ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ പോലീസുകാർ അവിടെ എത്തിയത് എങ്ങനെയാണ്? കടവത്തൂരിൽ പ്രചരണ സമാപന ദിവസം ചില സംഘർഷം ഉണ്ടാക്കാൻ നോക്കി. LDF-ന്റെ ഒരു പ്രവർത്തകയെ ആക്രമിച്ചു. അവർ 2 കൂട്ടരും പിന്നെ സംഘർഷം ഉണ്ടാവണ്ട എന്നുള്ള നിലയ്ക്ക് അവിടെ തന്നെ നേതൃത്വത്തിലുള്ളവർ തമ്മിൽ പറഞ്ഞ് പ്രശ്നം തീർത്തു. കടവത്തൂർ പ്രത്യേകിച്ചും ഒരു സംഭവം ഉണ്ടായാൽ വർഗീയമായി മാറുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇരു നേതൃത്വവും തെരഞ്ഞെടുപ്പിൽ സമാധാനം ഉണ്ടാവണം, ഇനി അതിൻ്റെ മേലിൽ പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് അന്ന് പറഞ്ഞ് പിരിഞ്ഞു. പോളിംഗ് ദിവസം പോളിംഗ് അവസാനിച്ചപ്പോൾ കടവത്തൂരിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി, ഒരു മാസമായില്ല, ഉദ്ഘാടനം ചെയ്ത പുതിയൊരു പാർട്ടി ഓഫീസുണ്ട്, AKG മന്ദിരം. വായനശാലയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന് നേരെ ബോംബെറിഞ്ഞ് ക്രൂരമായ അക്രമം സംഘടിപ്പിച്ചു. അവിടെയാണ് പോളിംഗിന് ശേഷം, തൊട്ടടുത്താണ് സ്കൂള്, അതുകൊണ്ട് അവിടെയാണ് അവർ
LDFിൻ്റെ പ്രവർത്തകന്മാർ പോളിംഗിന് ശേഷം വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി കണക്കുകൾ പരിശോധിക്കാൻ ഇരുന്ന കൂട്ടത്തിൽ 2 വനിതാ ഏജന്റുമാരുണ്ട്. 2 പോളിംഗ് സ്റ്റേഷനിലും ഓരോ ആള് വീതം വനിതകളായിരുന്നു ഏജന്റുമാർ. ഇപ്പൊ ഇവര് അവിടെ കണ്ട ഉടനെ ഹാലിളകി. ഇവർക്ക് ലീഗുകാർ അവരെയാണ് ആദ്യം തല്ലിയത്. അതിനുശേഷം ഓഫീസ് തകർത്തു. അവർ പറഞ്ഞു ഓഫീസ് അകത്ത് കയറാൻ ഞങ്ങൾ വാതിലവർ അകത്ത് കയറി അടി കിട്ടിയോണ്ട് അകത്ത് കയറിയിട്ട് വാതിലങ്ങോട്ട് അകത്ത് നിന്ന് തല്ലി നിന്നു. അതുകൊണ്ടാണ് അവർക്ക് അകത്ത് കയറി ആക്രമിക്കാൻ കഴിയായിരുന്നു. LDFിൻ്റെ മറ്റ് പ്രവർത്തകന്മാർക്കും പരിക്കേറ്റു. ആശുപത്രിയിൽ ഇപ്പോൾ ആ കടവത്തൂർ പാറാട് മേഖലയിൽ നിന്നായി 6 പേര് തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ കിടക്കുകയാണ്. 3 വീടും ഒരു കടയും പാറാട് ആക്രമിച്ചു. അതാണ് കോൺഗ്രസിന്റെ ഒരു സ്വാധീന കേന്ദ്രമാണ്. കടവത്തൂർ ലീഗിൻ്റെതാണ് അക്രമമെങ്കിൽ പാറാട് കോൺഗ്രസിന്റെ അക്രമമാണ്. പാറാട് അവിടെ സമീപകാലത്ത് കോൺഗ്രസിൽ നിന്നും നമ്മളെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജിവെച്ച് വന്ന ഒരു കുടുംബമുണ്ട്. അവരുടെ വീടെല്ലാം തകർത്തു. വീടിന് നേരെ ബോംബ് എറിഞ്ഞു. ഇതൊക്കെയാണ് കടവത്തൂരിലുണ്ടായത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനത്തോടുകൂടി നടന്നു. വലിയ തോതിൽ അക്രമം നടന്നു എന്ന് പറയാൻ കഴിയില്ല. പ്രചരണ സമാപന ദിവസം ചിലയിടങ്ങളിൽ UDF അക്രമം നടത്തി. പോളിംഗ് ദിവസവും അക്രമം തുടരുകയായിരുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപന ദിവസവും പോളിംഗ് ദിവസവും അക്രമം നടത്തിയത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരോ CPMന്റെ പ്രവർത്തകന്മാരോ UDFനെ ആക്രമിച്ചു എന്ന് പറയാനില്ല. അതുകൊണ്ട് സത്യം ജനങ്ങൾക്കറിയാം. അതത് പ്രദേശത്തെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയതാണ്. ചില സംഭവങ്ങളെല്ലാം പകൽ വിളിച്ച് നടന്നതാണ്. അതോടൊപ്പം നാട്ടിലെ ജനങ്ങൾക്കും വസ്തുതകൾ അറിയാം. അതത് പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല. എന്നാൽ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളെ ആകെ അവമാനിക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എന്തോ CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതൃത്വത്തിൽ അക്രമവും ക്രമക്കേടും കള്ളവോട്ടും നടന്നു എന്ന് പറയുന്ന UDFന്റെ പ്രചാരവേല തികച്ചും വാസ്തവ വിരുദ്ധമാണ്. ഇതിനെ പട്ടികയാക്കുന്ന ഈ പ്രചാരവേലയിൽ ജനാധിപത്യ വിശ്വാസികൾ കുടുങ്ങിപ്പോകരുത് എന്നാണ് ഞങ്ങൾ കണ്ടത്. അതിലൊന്നും ഒരു വസ്തുതയുമില്ല. മാത്രമല്ല CPMന് അനുകൂലമായ തെരഞ്ഞെടുപ്പ് പ്രചാരവേല കീഴാറ്റൂരിലടക്കം നടന്നതാണ്. കീഴാറ്റൂരിൽ ആ സ്ഥലം കൊണ്ട് നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക സമരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അവരെ സമരത്തിലേക്ക് ഇളക്കി വിട്ടവർ തന്നെ അവരെ വഞ്ചിച്ചു എന്ന് സമരത്തിൽ ഉണ്ടായിരുന്നവർ പിന്നീട് പറഞ്ഞതാണ്. അതുകൊണ്ട് കീഴാറ്റൂരിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു അനുഭവപ്പെട്ടത്. ഒരു തരംഗം ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടായ പ്രദേശമാണ്. അവിടെയൊന്നും ഇടതുപക്ഷം കള്ളവോട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതാണല്ലോ ഇന്ന് സ്ക്രൂട്ടിനി നടന്നത്. 1178 പോളിംഗ് സ്റ്റേഷൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. അതിൽ അവരിപ്പോൾ ആരോപണ വിധേയമാക്കുന്ന പോളിംഗ് സ്റ്റേഷൻ്റെതടക്കം രേഖകൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിട്ടാണല്ലോ അന്തിമമായൊരു തീരുമാനമെടുത്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിയമപരമായി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ തീർപ്പ് വന്നു കഴിഞ്ഞു. പിന്നെ മറ്റൊരാക്ഷേപം ഉന്നയിക്കുന്നതിൽ എന്താ അർത്ഥം? അതല്ല, ഓരോരുത്തരുടെയും സംഘടനാ കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക സംഘടനയോട് ആഭിമുഖ്യമുള്ളവരുടെ മാത്രം ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് ടീമിനെ നിയോഗിക്കാനോ ഇലക്ഷൻ ടീമിനെ നിയോഗിക്കാനോ ആർക്കും കഴിയില്ല. അതെ, അത് തികച്ചും
തെറ്റായ പ്രചാരവേല അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നതവർ നടത്തിയെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായിട്ടുള്ള അനുഭവം എന്താ? തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായിട്ടുള്ള അനുഭവം ചില മുസ്ലിം വീടുകളിൽ പോയിട്ട് പറയുന്നത്, ശ്രീമതി ടീച്ചർ ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്കാണ് വോട്ട് ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾ ശ്രീമതി ടീച്ചർക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ ശ്രീമതി ടീച്ചർ BJP-യിലേക്ക് ചേരാൻ പോകുന്നു എന്ന ഒരു പ്രചരണം പോലും അവർ നടത്തി. ചില വീടുകളിൽ പോയി പറഞ്ഞത് അതാണ്. അതോടൊപ്പം മുസ്ലിം വീടുകളിൽ അങ്ങേയറ്റം തെറ്റായ പ്രചാരവേല LDF-നെതിരായി, CPM-നെതിരായി, സ്ഥാനാർത്ഥിക്കെതിരായി നടത്തി. അത് അക്കാലത്ത് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LDF പ്രവർത്തകന്മാർക്ക് വീട് കയറി പറയേണ്ടി വന്നു. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ മുഖ്യ ചുമതലയായിട്ട് അക്കാലത്ത് മാറിയത്. ഒരുപാട് കള്ളങ്ങളാണ് പ്രചരിപ്പിച്ചത്. LDF വിജയിക്കും. LDF കേരളത്തിൽ നല്ല നിലയിൽ മുന്നേറുക തന്നെ ചെയ്യും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലവും അതോടൊപ്പം കാസർഗോഡും വടകരയും LDF വിജയിക്കും. പോളിംഗ് ശതമാനം കൂടുന്നതിനനുസരിച്ച് ഓരോ മുന്നണിയുടെയും വിജയത്തെ വിലയിരുത്താനാവില്ല. 2009-നേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം 2014 ഉണ്ടായിരുന്നു. എന്നാൽ 2009 ഉണ്ടായിരുന്ന സീറ്റുകളല്ല 2014 LDF-ന് കിട്ടിയത്. LDF-ന് 18 സീറ്റുകൾ കിട്ടിയത് തൊട്ടു മുമ്പത്തെ ഇലക്ഷനേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടായപ്പോഴാണ്. പോളിംഗ് ശതമാനം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരടയാളമാണ്, അത് വർദ്ധിക്കുന്നത്. അപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചു വന്നതുകൊണ്ട് മാത്രം ഓരോ മുന്നണിയുടെയും വിജയത്തെയോ പരാജയത്തെയോ കണ്ടെത്താൻ കഴിയുന്ന ഒരു മാനദണ്ഡമല്ല. ഇലക്ഷനിൽ മുഖ്യമായും ഇടതുപക്ഷം രാഷ്ട്രീയവും വികസന കാര്യവും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ പൊതുവെ മതിപ്പാണ് ജനങ്ങളിൽ ഉണ്ടായത്. LDF ഗവൺമെന്റിനെതിരായ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായില്ല. LDF-നെതിരായിട്ടുള്ള വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടില്ല. അതുപോലെ ഈ കഴിഞ്ഞ ഉദുങ്ങ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണല്ലോ UDF-ന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ കള്ളവോട്ട് ആക്ഷേപമൊക്കെ നടത്തുന്ന സുധാകരൻ അണികളോട് കള്ളവോട്ട് നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ. സ്വന്തം അണികളോട് കള്ളവോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള സുധാകരന് കള്ളവോട്ടിനെ കുറിച്ച് പറയാൻ എന്താണ് അധികാരം? അതിന്റെ വീഡിയോ വ്യാപകമായി ഇപ്പൊ തെളിയിക്കാലോ, വേണമെങ്കിൽ ഇപ്പൊ തെളിയിക്കാലോ. ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ടല്ലോ കള്ളവോട്ടിന് പറയുന്നത്. തെളിയിക്കണോ? ഇനാം കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. കാണിച്ചു കൊടുത്തത് ഇനാം കിട്ടുമോ നിങ്ങൾ വാങ്ങിക്കോ. ഇതാ മരിച്ചയാളെ ഒന്ന് വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് വളരെ കൃത്യമായി.
അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന ടാർഗറ്റ് 90% ആ 90% എനിക്ക് കേട്ടോ അവിടെ മരിച്ചവൻ വോട്ട് ചെയ്യുമെങ്കിൽ ഇവിടെയും പഠിച്ചവൻ അങ്ങനെ അയക്കുന്ന ആൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യണം. നാട്ടിലില്ലാത്തവർ അവിടെ വോട്ട് ചെയ്യുമെങ്കിൽ ഇവിടെയും ഒരു അവരുടെ വേദോപദേശം കൊടുത്തൊന്നും അവർ നന്നാക്കാനോ നല്ലത് കഴിയില്ല. നിങ്ങൾ കള്ള വോട്ട് ചെയ്യരുത് എന്നൊക്കെ സാരോപദേശം കൊടുത്ത് അവർ കള്ള വോട്ട് ചെയ്യാതിരിക്കും. നമുക്ക് എത്ര ശതമാനമാണ് കള്ള വോട്ട് നിയന്ത്രിക്കാൻ സാധിക്കും? പുറത്തുനിന്ന് ആളുകളെ ഇറക്കി നമ്മൾ കള്ള വോട്ട് നിയന്ത്രിക്കാനുള്ള ബഹളുണ്ടാക്കിയാൽ ആ പ്രദേശത്തെ മാറ്റിക്കാറും ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മളിവിടെ പുറത്തുനിന്ന് ആളെ ഇറക്കാം. മതിയല്ലോ. അപ്പൊ ഇനോ നിങ്ങൾ തന്നെ വാങ്ങിക്കോ. പ്രഖ്യാപിച്ച ഇനാമുണ്ടല്ലോ, ഇന്ന് പത്രസമ്മേളനത്തിൽ സുധാകരൻ പ്രഖ്യാപിച്ച ഇനാമുണ്ടല്ലോ, അത് പത്രക്കാരെ തന്നെ വാങ്ങുന്നതാണ് നല്ലത്. ഇതിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരാം. കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം അണികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ള ആളാണ് കള്ളവോട്ടിനെ കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ചെപ്പാരപ്പടവ് ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ വളരെ കൃത്യമായി കള്ളവോട്ട് ചെയ്യാനുള്ള ക്രമീകരണം ഉണ്ടാക്കുക, അണികളെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിക്കുക, എന്നിട്ട് മറുഭാഗത്ത് കള്ളവോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുക. ഇത് ഈ തെരഞ്ഞെടുപ്പിലല്ല, എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പരാജയപ്പെടുമെന്ന് ഉറപ്പ് വരുന്ന ഘട്ടങ്ങളിലെല്ലാം സുധാകരൻ അടിക്കുന്ന ഒരു നമ്പറാണ് കള്ളവോട്ട് പ്രചരണം. അതുവഴി ഇടതുപക്ഷത്തിന്റെ വിജയത്തെ അതിന്റെ മാറ്റു കുറക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും അതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നത് UDF സ്ഥാനാർത്ഥിയാണ്. അത് കണ്ണൂരിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ്. തെളിയിച്ചാൽ ഇനാം നൽകുമെന്ന് പറഞ്ഞതിനോടൊപ്പം ജനങ്ങൾ ചോദിക്കാൻ സ്വാഭാവികമായും സാധ്യതയുള്ള ഒരു ചോദ്യം, പരാജയപ്പെട്ടാൽ രാജിവെക്കുമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും പറയാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പരാജയപ്പെട്ടാൽ മാത്രമല്ല, ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിലും ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളി നടത്തുന്ന സാധാരണ ശീലമുള്ള ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് ആ ശീലമൊന്നും വേണ്ട, അദ്ദേഹം പൊതുരംഗത്തുണ്ടാവുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യണം. കള്ളവോട്ടിന് ആഹ്വാനം ചെയ്യരുത്, മരിച്ചവരെ കൊണ്ടുവന്നിട്ട് വോട്ട് ചെയ്യിക്കരുത്. പ്രത്യേകിച്ച് അത് മരിച്ചവരുടെ ആത്മാവിന് തന്നെ കുഴപ്പമുണ്ടാക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. പുതിയ വോട്ട് 18 വയസ്സ് പൂർത്തിയായ ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പ്രാദേശികമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വിശദാംശങ്ങളിലേക്ക് പോയാൽ എല്ലാ വോട്ടും പട്ടികയിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എല്ലാ ബൂത്തിലും പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. പൊതുവെ ഇത്തവണ 18 വയസ്സ് പൂർത്തിയാവുന്ന എല്ലാവർക്കും വോട്ട് ലഭ്യമാക്കുന്നതിന്, പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമയവും സാവകാശവും എടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, അതല്ല, ഇനി വിശദമായി പരിശോധിച്ചാലല്ലേ പറയാൻ കഴിയുള്ളൂ. യെസ്, താങ്ക് യു. LDF നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കള്ളവോട്ട് സംബന്ധിച്ച കെ സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു. സുധാകരൻ കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ടാണ് MV ജയരാജനും ഒപ്പം തന്നെ KK രാഗേഷും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത്. സ്ഥിരം പരിപാടിയാണ് കെ സുധാകരന്റെ ഇതെന്നാണ് LDF ആരോപിച്ചിരിക്കുന്നത്. തോൽവി ഭയക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക സുധാകരന്റെ സ്ഥിരം പരിപാടിയാണ്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പരിശോധനയടക്കം പോളിംഗ് സാമഗ്രികളുടെ പരിശോധനയടക്കം പൂർത്തിയാക്കിയിട്ടാണ് വരുന്നത്. യാതൊരുവിധ കള്ളവോട്ട് ചെയ്തതായി ഒരിടത്തും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നും LDF പറയുന്നു. ഒപ്പം തന്നെ തളിപ്പറമ്പിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരാളെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി, അത് മാത്രമാണ് സംഭവിച്ചത്. മറ്റൊന്ന്, LDF പ്രവർത്തകർക്ക് നേരെ പല ഭാഗങ്ങളിലും അക്രമമുണ്ടായി, യാതൊരുവിധ പ്രകോപനവും കൂടാതെ അക്രമമുണ്ടായി. ഇത്തരത്തിലടക്കം പലവിധ ഇടപാടുകളും ഉണ്ടായിട്ടുണ്ട് എന്നും
വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കൾ പറയുകയുണ്ടായി. UDFന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടികളാണ് ഇലക്ഷന്റെ അന്നും ഇലക്ഷൻ കഴിഞ്ഞുള്ള സമയങ്ങളിലും LDFന് നേരെ ഉണ്ടായത്. ഈ കള്ളവോട്ട് ആരോപണം എന്നത് ഒരു സ്ഥിരം പരിപാടി, അതായത് തോൽവി ഭയക്കുമ്പോൾ K. സുധാകരൻ പുറത്തെടുക്കാറുള്ള ഒരു സ്ഥിരം പരിപാടി മാത്രമാണെന്നാണ് LDF പറയുന്നത്.